ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്മോക്ക് നിഞ്ച എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റുമായിട്ടാണ്. അപ്പോൾ സ്മോക്ക് നിഞ്ച എന്ന് പറഞ്ഞാൽ 2024 അമച്വർ ഫോട്ടോഗ്രാഫേഴ്സിനുള്ള ബെസ്റ്റ് പ്രൊഡക്റ്റ് അവാർഡ് കിട്ടിയൊരു പ്രൊഡക്റ്റാണത്. ഒരു തെറ്റുമില്ല, കാരണം വളരെ ഫണ്ണി ആയിട്ടുള്ള നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫോഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പല മോഡിൽ ക്രിയേറ്റ് ചെയ്യാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എക്യുപ്മെൻറ്റ് തന്നെയാണിത്. ട്രഡീഷണൽ ആയിട്ട് വലിയ വലിയ മെഷീൻസ് വെച്ചിട്ട് നമ്മൾ ഫംഗ്ഷനിലൊക്കെ ഫോഗ് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ കുറേ ഉയർന്ന നൂലാമാലകളും ബൾക്കി ആയിട്ടുള്ള മെഷീനും അതിൽ നിന്ന് പുറത്തു വരുന്ന ആ പുകയുടെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു സഫോക്കേഷനും അത് ആ സമയത്ത് കാണാൻ കൊള്ളാമെങ്കിലും അത് അവിടെ സെറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അത് കഴിഞ്ഞ് ഉള്ള ബുദ്ധിമുട്ടും ഭയങ്കര വലുതായിരുന്നു. ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നേക്കുന്നത്, സ്മോക്ക് നിഞ്ച എന്നൊരു പ്രൊഡക്റ്റ് പറഞ്ഞേക്കുന്നത്. ബൾക്കി അല്ല എന്ന് മാത്രമല്ല, എൻ്റെ ഒരു സൈസ് അറിയാൻ പറ്റും. കൈപ്പത്തിയുടെ അകത്ത് വെക്കാനുള്ള സൈസേ ഉള്ളൂ. ഇത് ഡിറ്റാച്ചബിളാണ്, നമുക്ക് സെപ്പറേറ്റ് വെക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സൈസ് ഉള്ളത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, കോമ്പാക്റ്റ് ആണ്. ഇതിൻ്റെ സ്റ്റാർട്ടർ പാക്കാണിത്. ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് പാക്ക് കൂടെ വരുന്നുണ്ട്. അതിനകത്താകുമ്പോൾ കുറച്ച് മാഗ്നറ്റിക് ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്കിത് എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും കൂടെയൊക്കെ നമുക്കത് കിട്ടുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, നേരത്തെ പറഞ്ഞ പോലെ ഓരോ വ്യക്തിയും ഇത് ഉപയോഗിക്കുന്നത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഫുഡ് ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കാം, പ്രൊഡക്റ്റ് കാണിക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് ഫോഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ക്രിയേറ്റീവായിട്ടുള്ള വെഡ്ഡിങ്ങിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, മോഡൽ ഷൂട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇത് എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ആളിൻ്റെ ഒരു വ്യൂവിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഫുഡിലൊക്കെ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും പല രീതിയിലുള്ള സ്മോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ടോക്സിക് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് നോൺ ടോക്സിക് ആയിട്ടുള്ള ഫോഗാണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഫുഡ് സേഫാണ്. ഫുഡിൽ ഈ ഒരു ഫോഗ് അടിക്കുന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് കമ്പനി ഇതിനകത്ത് അവകാശപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ ലിക്വിഡ് പറയുകയാണെങ്കിൽ ഈ ലിക്വിഡും ഭയങ്കര സേഫാണ്. നമ്മുടെ ഫില്ല് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാത്തൊരു ലിക്വിഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചത്. അപ്പോൾ എന്തുകൊണ്ടും പിന്നെ പ്രത്യേകിച്ച് മണമോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇതിനകത്തില്ല. ഒട്ടും സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. കണ്ണരിച്ചിലോ ഒരു സഫോക്കേഷൻ ഉണ്ടാകുമോ ഒന്നുമില്ല. ക്ലോസ്ഡ് റൂമിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും കുറച്ച് നേരം ഫാൻ ഇട്ടിട്ട് അത് പുറത്ത് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഡിസപ്പിയർ ആയിട്ട് പോകുന്നതിന് ഫോഗാണുള്ളത്. പിന്നെ വളരെ നൈസായിട്ടുള്ളൊരു ഫോഗ് മുതൽ സ്റ്റീം കണക്ക് ചെയ്യുന്നൊരു ഫോഗ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ശരിക്കും ഫോഗായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഡ്രൈ ഐസ് ഫോമാറ്റ് അറിയാമല്ലോ, വെഡ്ഡിങ്ങിലൊക്കെ നമ്മൾ കാണാറുള്ളൊരു വളരെ തിക്കായിട്ടുള്ള, അതായത് പണ്ട് നമ്മുടെ സിനിമകളിലൊക്കെ ദേവലോകമൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തങ്ങി നിൽക്കുന്നൊരു പുകയുണ്ടല്ലോ. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം ഈ ഒരു ഡിവൈസ് ഇതിനകത്തൊന്ന് കണക്ട് ചെയ്യണം. അത് ഈ സെൻറ്റർ ഭാഗത്തുള്ള ഡ്രൈ ഐസ് ഫോമാറ്റിലാണ്, ആ ഒരു ഫോമാറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അല്ലാത്ത രണ്ട് ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റീം, ഇതൊരു ഫോഗ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. സ്റ്റീം എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും രീതിയിൽ നമുക്ക് ഇതിനകത്ത് ഫോഗ് ക്രിയേറ്റ് ചെയ്യാനും ഉപയോഗിക്കാനും പറ്റും. യാതൊരു തരത്തിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഫോഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത. ഇനി ഇത് നോക്കുകയാണെങ്കിൽ, പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കിങ്ങനെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്തൊരു ബാറ്ററി വരുന്നുണ്ട്. ഈ ബാറ്ററി നമ്മളിവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഈ ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് സി പോർട്ട് ചാർജർ വഴി ഇതിനെ ചാർജ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു സി പോർട്ട് ചാർജർ കണക്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഈ ബാറ്ററി നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് പോൾസ് മാറിപ്പോകാണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ വ്യക്തമായിട്ട് പോസിറ്റീവ് പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാറ്ററിയും പോലെ തന്നെ ഇത് നെഗറ്റീവ് പോളാണ്, ഇത് പോസിറ്റീവ് പോളാണ്. ഇതുപോലെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈവൻ നമ്മുടെ ഈ ബാറ്ററി ഒരു സമയം കഴിയുമ്പോൾ കംപ്ലൈൻറ്റ് ആയാലും നമുക്ക് ഇതുപോലൊരു ബാറ്ററി വാങ്ങി റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതിന് സർവീസ് സെൻറ്റർ പോകേണ്ടി വരുന്നില്ല. പല മെഷീനിലും ബാറ്ററി ഇൻബിൽറ്റ് ആയതുകൊണ്ട് അത് സർവീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. ഈ കൺട്രോൾസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബട്ടൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബട്ടണാണ്. അത് വളരെ കംഫർട്ടായിട്ടുള്ള സ്ഥലത്താണ് വെച്ചേക്കുന്നത്. നമുക്ക് ഹാൻഡി ആയിട്ട് തന്നെ ഒരു വിരൽ കൊണ്ടത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് കളേഴ്സ് ചേഞ്ച് ചെയ്യും. ഓരോ ഫോഗ് ക്രിയേറ്റ് ചെയ്യുന്നത് വ്യത്യസ്തമായ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കളർ കണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏത് മോഡലാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ലിക്വിഡ് ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് ഒരു ലിക്വിഡ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് ക്ലൗഡ് ഫോമുല എന്ന് പറഞ്ഞൊരു ലിക്വിഡാണ് ഇതിനകത്ത്. ഇതിൻ്റെ കൂടെ തന്നെ 100 ml കിട്ടുന്നുണ്ട്. 100 ml ലിക്വിഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നല്ല തിക്ക് ആയിട്ടുള്ള ഫോഗാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ
200 മിനിറ്റ് വരെയുള്ള ഫോഗ് നമുക്ക് ഇതിനകത്ത് കിട്ടും. അതായത് 1 ml നിന്ന് 2 മിനിറ്റ് ഫോഗാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇതിന് നമുക്ക് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതിനെ പതിയെ ഒന്ന് പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. ഈ ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്താണ് നമ്മളത് ഫില്ല് ചെയ്യുന്നത്, ഈ ഒരു ലിക്വിഡ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ വലിയ ഹോള് കാണുന്നത് കൊണ്ട് ഇവിടെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നൊരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും, അല്ലാതെ പെട്ടെന്ന് അങ്ങനെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ സൈഡിലുള്ള ഒരു റബ്ബർ ഒരു ചെറിയൊരു അടപ്പ് കാണുന്നില്ലേ, ഇതിങ്ങനെ മാറ്റിയിട്ട് ഇവിടെയാണ് നമ്മളത് റീഫിൽ ചെയ്ത് കൊടുക്കും. ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, അധികം സ്ക്യൂസ് ചെയ്യേണ്ടതില്ല. ചെറുതായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്ത് ആവശ്യാനുസരണം നമുക്കിതിനെ ഫില്ല് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഉപയോഗിക്കാവുന്ന വളരെ കോമ്പാക്റ്റ് ആകുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഏകദേശം 15,000 രൂപ മാത്രമേ ഇതിനകത്ത് വില വരുന്നുള്ളൂ. പിന്നെ EMI ഓപ്ഷനും അവൈലബിൾ ആണ് ഈ പ്രൊഡക്റ്റിന്. അപ്പോൾ വളരെ ചെറിയ ഒരു മുതൽ മുടക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫോഗ് വെച്ചിട്ടുള്ള കളി നിങ്ങൾക്ക് എന്താണ് മനസ്സിലുള്ളത് അത് കളിക്കാൻ പറ്റിയ നല്ല ഒരു ഉപകരണമാണ് സ്മോക്ക് നിഞ്ച എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.